ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 44-ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. 44-ാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ 416 നാമങ്ങൾ പഠിച്ചു. ഇന്ന് പഠിക്കേണ്ട 45-ാമത്തെ ശ്ലോകം. 45-ാമത്തെ ശ്ലോകം വായിക്കാം. ഋതുസുദർശനകാലഃ പരമേഷ്ടി പരിഗ്രഹഃ ഉഗ്രസംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണഃ. ഇതിൽ 10 നാമങ്ങളുണ്ട്. ഋതുഹു, സുദർശനഃ, കാലഃ, പരമേഷ്ടി, പരിഗ്രഹഃ, ഉഗ്രഃ, സംവത്സരഃ, ദക്ഷഃ, വിശ്രാമഃ, വിശ്വദക്ഷിണഃ. ഇങ്ങനെ 10 നാമങ്ങൾ ഒരിക്കൽ കൂടി പറയാം. ഋതുഹു, സുദർശനഃ, കാലഃ, പരമേഷ്ടി, പരിഗ്രഹഃ, ഉഗ്രഃ, സംവത്സരഃ, ദക്ഷഃ, വിശ്രാമഃ, വിശ്വദക്ഷിണഃ. അപ്പം 10 നാമങ്ങൾ. ഇനി നമുക്ക് ഓരോ നാമം എടുത്തു നോക്കാം. ഋതുസുദർശനകാല പരമേഷ്ടി പരിഗ്രഹ ഉഗ്രസംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണഃ. ആദ്യത്തെ നാമം ഋതുഹു. കാലസ്വരൂപനായി ഋതുവായവൻ. വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം എന്നിവയിൽ താൻ ശോഭനമായ വസന്ത ഋതുവാണ് എന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു. 10-ാം അധ്യായത്തിൽ 35-ാമത്തെ ശ്ലോകത്തിൽ ഋതൂനാം കുസുമാകരഹ എന്ന് പറഞ്ഞാൽ ഋതുക്കളിൽ ഞാൻ വസന്ത ഋതുവാകുന്നു. വസന്ത ഋതുവിലാണ് പൂക്കളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഋതുക്കൾ അല്ലെങ്കിൽ ഋതുഭേദങ്ങൾ മനുഷ്യന് ക്ഷേമത്തിനും ശിക്ഷയ്ക്കും ഭഗവാൻ ഉപകരണമാക്കുന്നു. അതുകൊണ്ട് ഭഗവാന് പേര് ഋതുഹു. അടുത്ത നാമം സുദർശനഃ. സുദർശനഃ 3 അർത്ഥമുണ്ട്. 1 ജ്ഞാനമാകുന്ന മോക്ഷമാർഗമായവൻ. 2 നിർമ്മലങ്ങളായ കണ്ണുകളുള്ളവൻ. 3 ഭക്തന്മാർക്ക് എളുപ്പത്തിൽ കാണപ്പെടുന്നവൻ. അപ്പോൾ ഇവിടെ ദർശനം എന്നതിന് ജ്ഞാനം, കണ്ണ്, മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം ഈ ഓരോ അർത്ഥത്തിലും മഹാവിഷ്ണു സുദർശനൻ തന്നെ. സുദർശനൻ, സു എന്ന് പറഞ്ഞാൽ നല്ലത്, ദർശനം കാഴ്ച. പിന്നെ പരമാത്മാവിനെ പറ്റിയുള്ള ജ്ഞാനം എളുപ്പത്തിൽ മോക്ഷമാർഗത്തിൽ എത്തിക്കുന്നു. അതുകൊണ്ട് ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി. അതായത് ആർത്തൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ, ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ അറിയാനുള്ള ആഗ്രഹമുള്ളവൻ, അർത്ഥാർത്ഥി ധനം അർത്ഥിക്കുന്നവൻ, ജ്ഞാനി അറിവ് വേണ്ടവൻ എന്നിങ്ങനെ 4 വിധം ഭക്തന്മാരുള്ളതിൽ ജ്ഞാനിയാണ് തനിക്ക് ഏറ്റവും പ്രിയമുള്ളവനെന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നു. അപ്പോൾ ഭഗവാനെ അരവിന്ദാക്ഷൻ എന്ന് 347-ാമത്തെ നാമത്തിലും പുഷ്കരാക്ഷൻ എന്ന് 39-ാമത്തെ നാമത്തിലും നമ്മൾ പറഞ്ഞു അല്ലേ. താമരദളം പോലെയുള്ള ഭംഗിയുള്ള കണ്ണുകളോടുകൂടിയവൻ എന്നാണ് അവിടെ പറഞ്ഞത്. അതുകൊണ്ടും ഭഗവാൻ സുദർശനൻ. ഇനി ഭക്തന്മാർക്ക് എളുപ്പത്തിൽ കാണുവാൻ സാധിക്കുന്നവനെന്നും അർത്ഥം എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഏകാഗ്രചിത്തനായി എപ്പോഴും തന്നെ സ്മരിക്കുന്ന നിത്യയുക്തന്മാരായ യോഗികൾക്ക് താൻ സുലഭ്യനാണെന്ന് ഭഗവാൻ അർജുനനോട് ഭഗവത്ഗീതയിൽ പറയുന്നു. 8-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകത്തിൽ അനന്യചേതസ സതതം യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. അതായത്
ഏകാഗ്രചിത്തനായി എപ്പോഴും തന്നെ സ്മരിക്കുന്ന നിത്യയുക്തന്മാരായ യോഗികൾക്ക് താൻ സുലഭ്യനാണ്, എപ്പോഴും ലഭിക്കുന്നവനാണ് എന്ന് അർത്ഥം. അടുത്ത നാമം കാലഹ. കാലം എന്ന് പറഞ്ഞാൽ പരിച്ഛേദിക്കുന്നവനെന്നൊരർത്ഥം. രണ്ടാമത്തേത് കാലസ്വരൂപനെന്ന്. അപ്പം എല്ലാ ജീവരാശികളുടെയും സുഹൃതങ്ങളും ദുഷ്കൃതങ്ങളും ചെയ്ത ഉടൻ തന്നെ തിട്ടപ്പെടുത്തി വയ്ക്കുന്നവൻ ഭഗവാനാണ്. അപ്പം കർമ്മങ്ങൾ ഛേദനം ചെയ്തു നോക്കുക, പരിച്ഛേദനം ചെയ്ത് നന്മ തിന്മകൾ തിരിച്ചെടുത്ത് ഗണനം ചെയ്യുന്നവൻ ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാന് പേര് കാലഹ. ഇനി കാലകലയതാമഹം എന്ന് ഭഗവത്ഗീത 10-ാം അധ്യായത്തിൽ 30-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. കലനം ചെയ്യുന്നവരിൽ ഞാൻ കാലസ്വരൂപനാകുന്നു എന്ന്. അപ്പം കാലസ്വരൂപനായി അതാത് സമയത്ത് വേണ്ടത് നൽകുകയും ഒടുവിൽ രുദ്രനായി എല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നവനായതുകൊണ്ട് ഭഗവാന് പേര് കാലഹ, കാലഹ. അടുത്ത നാമം പരമേഷ്ടി. പരമേഷ്ടി എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് സ്വന്തം മഹിമയിൽ സ്ഥിതി ചെയ്യുന്നവനെന്നും രണ്ടാമത്തെ അർത്ഥം ഹൃദയ ആകാശത്തിൽ ശോഭിക്കുന്നവനെന്നും. അപ്പം ഭഗവാൻ പ്രകൃഷ്ടമായ മഹിമയിൽ നിത്യനായി സ്ഥിതി ചെയ്യുന്നു. കഠോപനിഷത്തിൽ പരമവ്യോംനിപ്രതിഷ്ഠിത, ഹൃദയ ആകാശത്തിൽ സുലഭമായി അനുഭവിക്കുവാൻ തക്ക വിധത്തിൽ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പം പരമേഷ്ടി വിപ്രജതേ എന്ന് ആവസ്ഥധർമ്മത്തിലുമുണ്ട്. അപ്പം ഭഗവാൻ പരമേഷ്ടിയുടെ രൂപത്തിൽ ശോഭിക്കുന്നു. ഇനി ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നു, ബ്രഹ്മവിദ്യയുടെ ആചാര്യ പരമ്പര 2-ാം അധ്യായം 6-ാമത്തെ ബ്രാഹ്മണത്തിൽ പറയുന്നത് ആദിഗുരുവായ പരമേഷ്ടി ബ്രഹ്മത്തിൽ നിന്ന് ദൃശ്യമായി എന്ന്. അപ്പം ബ്രഹ്മം സ്വയംഭൂവാകുന്നു. അപ്പം ബ്രഹ്മത്തിനായിക്കൊണ്ട് നമസ്കാരം എന്നർത്ഥം വരുന്ന മന്ത്രമുണ്ട്. പരമേഷ്ടി ബ്രഹ്മണ ബ്രഹ്മ സ്വയംഭൂ ബ്രഹ്മണേ നമഃ. അതായത് ബ്രഹ്മം സ്വയംഭൂവാകുന്നു, ബ്രഹ്മത്തിനായിക്കൊണ്ട് നമസ്കാരം എന്നർത്ഥം. അടുത്ത നാമം പരിഗ്രഹ. 3 അർത്ഥമുണ്ട്. ഒന്ന് എല്ലാ സ്ഥലത്തും ശരണാർത്ഥികളെ പരിഗ്രഹിക്കുന്നവനെന്നും, രണ്ടാമത്തെ അർത്ഥം സകല ദിക്കുകളിൽ നിന്നും അറിയപ്പെടുന്നവനെന്നും, മൂന്നാമത്തെ അർത്ഥം ഭക്തന്മാരുടെ ഉപകാരങ്ങൾ സ്വീകരിക്കുന്നവനെന്നും. അപ്പം ഇവിടെ തന്നെ ശരണം പ്രാപിച്ചവരെ ഭഗവാൻ സ്വീകരിക്കുന്നു. അവർ മുമ്പ് ദുരാചാരികളായിരുന്നെങ്കിലും ശരണം പ്രാപിച്ചാൽ സാധു എന്ന് കണക്കാക്കി അവരെ ഭഗവാൻ സ്വീകരിക്കും എന്ന് ഭഗവത്ഗീത 9-ാം അധ്യായത്തിൽ 30-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപിചേത് സുദുരാചാരോ ഭജതേ മാം അനന്യഭാക് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹിസ എന്ന് പറഞ്ഞാൽ ദുരാചാരം ചെയ്യുന്നവരാണെങ്കിലും തന്നെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ അവരെ ഭഗവാൻ ഉപേക്ഷിക്കുകയില്ല, അവരെ സ്വീകരിക്കും എന്നർത്ഥം. അപ്പം സകല ദിക്കുകളിലും സർവഗതനായ ഭഗവാനുണ്ട്. തൻ്റെ പരമഭക്തനായ പ്രഹ്ലാദനെ നിരവധി സ്ഥലങ്ങളിൽ വെച്ചുണ്ടായ ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചത് പുരാണപ്രസിദ്ധങ്ങളാണല്ലേ. പിന്നെ ഭക്തന്മാർ നൽകുന്ന വില കുറഞ്ഞ ഏതുപകാരവും ഭഗവാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്ന് ഭഗവത്ഗീത 9-ാം അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തമഹം ഭക്ത്യുപഹൃതം തദഹം ഭക്ത്യുപഹൃതം അസ്നാമി പ്രയതാത്മനഃ. അതായത് ഫലം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് അല്ലേ. ഭക്തന്മാർ ഭക്തിയോടുകൂടി കൊടുക്കുന്ന ഏത് സാധനവും ഭഗവാൻ സ്വീകരിക്കും. പത്രം എന്ന് പറഞ്ഞാൽ ഇല, പുഷ്പം പൂവ്, ഫലം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്, തോയം വെള്ളം. ഇതിലേത് ഭക്തിയോടുകൂടി കൊടുത്താലും ഭഗവാൻ അത് അസ്നാമി എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്നു,
അത് സ്വീകരിക്കുന്നു എന്നർത്ഥം. അപ്പം സുപ്രസാദ എന്ന നാമത്തിൻ്റെ വ്യാഖ്യാനത്തിലും നമ്മൾ ഈ വരികൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സുപ്രസാദ, അപ്പം പ്രസാദമായിട്ട് നമ്മൾ എന്ത് ഭഗവാന് കൊടുത്താലും ഭക്തിയോടുകൂടി കൊടുത്താൽ അത് ഭഗവാൻ സ്വീകരിക്കുന്നു. അടുത്ത നാമമാണ് ഉഗ്രഹ. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ, ഉഗ്രഹ എന്ന് പറഞ്ഞാൽ ഭയങ്കരൻ എന്നർത്ഥം. എല്ലാ സൃഷ്ടികളും ദേവന്മാർ പോലും തൻ്റെ ശാസനകളെ അണുപോലും ലംഘിച്ചാൽ ഭഗവാൻ തക്കതായ ശിക്ഷ നൽകും. അപ്പം ദേവകളായ സൂര്യാദികളുടെ ഭയത്തിന് പോലും കാരണമായത് കൊണ്ട് ഭഗവാൻ ഉഗ്രൻ. തൈത്തിരീയ ഉപനിഷത്തിൽ ഇതിൽ നിന്നുള്ള ഭയം കൊണ്ട് വായു വീശുന്നു. അതായത് ഭഗവാനിലുള്ള ഭയം കൊണ്ടാണ് വായു വീശുന്നതും സൂര്യൻ ഉദിക്കുന്നതും അഗ്നി ദഹിപ്പിക്കുന്നതും ഇന്ദ്രൻ രക്ഷിക്കുന്നതും എല്ലാം. പിന്നെ അഞ്ചാമതായിട്ട് മൃത്യു ഓടിപ്പോവുകയും ചെയ്യുന്നു. അതിനൊരു മന്ത്രമുണ്ട് തൈത്തിരീയ ഉപനിഷത്തിൽ, ഭീഷാസ്മാദ് വാതപവനെ ഭീഷോദേതി സൂര്യ ഭീഷാസ്മാദഗ്നി ച ഇന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമ എന്ന് പറഞ്ഞാൽ, ഭഗവാനിൽ നിന്നുള്ള ഭയം കൊണ്ട് വായു വീശുന്നു, സൂര്യൻ ഉദിക്കുന്നു, അഗ്നി ദഹിപ്പിക്കുന്നു, ഇന്ദ്രൻ രക്ഷിക്കുന്നു, അഞ്ചാമതായി മൃത്യു ഓടിപ്പോവുകയും ചെയ്യുന്നു. ഇതേ അർത്ഥം വരുന്ന മന്ത്രം കഠോപനിഷത്തിലുണ്ട്. ഭയാദസ്യ അഗ്നിസ്തപതി ഭയാത്തപതി സൂര്യക ഭയാദിന്ദ്രശ്ച വായുശ്ച മൃത്യുർധാവതി പഞ്ചമ. ഭയാത് അഗ്നിസ്തപതി, അഗ്നി തപിക്കുന്നു. ഭയാത് തപതി സൂര്യ, സൂര്യൻ ഉദിക്കുന്നു, തപിക്കുന്നു. ഭയാത് ഇന്ദ്രശ്ച വായുശ്ച, ഇന്ദ്രനും വായുവും. അതുപോലെ മൃത്യു ധാവതി പഞ്ചമ, അഞ്ചാമതായി മൃത്യു ധാവതി ഓടിപ്പോകുന്നു. അപ്പോൾ ഉഗ്ര എന്നത് ഒരു ശിവനാമവും കൂടിയാണ്. ശ്രീരുദ്രത്തിൽ 8ാം അനുഭാഗത്തിൽ നമ ഉഗ്രായ എന്ന് വാക്കുണ്ട്, ഭീമായ ച എന്നുകൊണ്ട്. അതുകൊണ്ട് ഭഗവാൻ ഉഗ്രഹ. എങ്ങനെ നോക്കിയാലും ഭഗവാൻ ഉഗ്രനാണ്. അടുത്ത നാമാണ് സംവത്സരഹ. എല്ലാ ഭൂതങ്ങളും സംവസിക്കുന്നതിനാൽ സംവത്സരഹ. പ്രപഞ്ചരൂപം ഭഗവാൻ തന്നെ ആയതുകൊണ്ട് അതിൽ സ്ഥിതി ചെയ്യുന്ന സൃഷ്ടികളെല്ലാം ഭഗവാനിൽ തന്നെയാണ് വസിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ സംവത്സര. സംവത്സരം എന്ന് പറഞ്ഞാൽ വർഷം എന്നും അർത്ഥമുണ്ട്. സമ്യക് വസന്തി ഭൂതാനി യസ്മിന്നിധി സംവത്സര എന്ന് ഇവിടെ അർത്ഥം. സംവത്സരം പറഞ്ഞാൽ വർഷങ്ങളെന്ന് വേറെ അർത്ഥമുണ്ട്. ഒരേ വാക്കിന് പല അർത്ഥങ്ങൾ. ഇവിടെ സർവഭൂതജാലങ്ങളും ഭഗവാനിൽ വസിക്കുന്നത് കൊണ്ട് സംവത്സരൻ എന്ന് ഭഗവാൻ അർത്ഥം, പേര്. കാലസ്വരൂപിയാണ് ഭഗവാൻ. ജീവിതകാലത്തിൽ ഭഗവാനിൽ വസിച്ച് പല കർമ്മങ്ങളും ചെയ്യുന്നു. അതുകൊണ്ട് ഭഗവാന് പേര് സംവത്സര. അടുത്ത നാമം ദക്ഷഹ. ദക്ഷൻ എന്ന് പറഞ്ഞാലോ ഒരർത്ഥം വർദ്ധിക്കുന്നവൻ, രണ്ടാമത്തെ അർത്ഥം സമർത്ഥൻ. 351 നാമത്തിൽ പ്രപഞ്ചരൂപത്തിൽ വർദ്ധിക്കുന്നവൻ എന്ന് നമ്മൾ പഠിച്ചു. ദക്ഷവൃദ്ധൗ ശീഘ്രാർത്ഥേ ച ദക്ഷൻ. എന്നാൽ വർദ്ധിക്കുന്നവൻ എന്നതിന് പുറമെ വേഗതയുള്ളവനെന്നും അർത്ഥമുണ്ട്. ജഗത്തെപ്പോഴും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന തത്വം ആധുനിക ശാസ്ത്രത്തിന് സമ്മതം. അപ്പം മഹാവിഷ്ണുവിൻ്റെ പ്രഭാവം കൊണ്ടാണ് എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ വിഷ്ണു ദക്ഷൻ എന്ന് ഭഗവാന്റെ പേര്. ഇനി സമർത്ഥൻ എന്ന അർത്ഥം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സൃഷ്ടി സ്ഥിതി കർമ്മ സംഹാരം എല്ലാം സമർത്ഥമായും അതിവേഗത്തിലും ഭഗവാൻ ചെയ്യുന്നു അല്ലേ. സങ്കല്പം കൊണ്ട് മാത്രം ചെയ്യുന്നത് കൊണ്ടും ഭഗവാൻ ദക്ഷൻ. അടുത്ത നാമം വിശ്രാമഹ. വിശ്രമം കൊടുക്കുന്നവൻ. സംസാര സാഗരത്തിൽ കിടന്നുഴലുന്ന ജീവജാലങ്ങൾക്ക് വിശപ്പ്, ദാഹം, ശോകം, ദുഃഖം, വാർദ്ധക്യം, മരണം എന്നീ ക്ലേശങ്ങൾ ഉണ്ടാകുന്നു. അതിൽ നിന്ന് വിശ്രമം തരുന്നത് മഹാവിഷ്ണു ആയതുകൊണ്ട് വിശ്രാമ എന്ന് ഭഗവാന് പേര്. മോക്ഷം നൽകി മടക്കമില്ലാതാക്കുന്നതും മഹാവിഷ്ണു തന്നെ. അതുകൊണ്ട് വിശ്രാമൻ എന്ന് ഭഗവാന് പേര്.
ലാസ്റ്റ് നാമം വിശ്വദക്ഷിണക. വിശ്വദക്ഷിണക, സമസ്ത കാര്യങ്ങളിലും അതിശക്തനും അതുല്യമായ സാമർഥ്യമുള്ളവനും മഹാവിഷ്ണു അല്ലേ. ഒന്നാമത്തെ നാമം തന്നെ എടുത്ത വിശ്വം, ഓം വിശ്വം എന്നാണ് തുടങ്ങുന്നത്. ആ വിശ്വത്തിൻ്റെ അർത്ഥം തന്നെ സർവം എന്നാണ്, സർവവും നാമം. പിന്നെ 423 ദക്ഷിണ എന്നുള്ള നാമം, അത് ദക്ഷനായവൻ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരം ആദിയായ സങ്കീർണ കർമ്മങ്ങൾ അതിസമർത്ഥമായി നടത്തുന്നവനാകയാൽ മഹാവിഷ്ണുവിന് വിശ്വദക്ഷിണൻ എന്ന നാമമുണ്ടായി. അതുകൊണ്ടും ഭഗവാൻ വിശ്വദക്ഷിണൻ. ഇനി നമ്മൾക്ക് ഈ നാമങ്ങളുടെ ഒറ്റ വാക്കിലുള്ള അർത്ഥം നോക്കിയിട്ട് ഇതിനെ നമുക്ക് ഒറ്റ ഇതിൽ നോക്കാം. ഒറ്റ വാക്കിൽ ഋതുസുദർശനകാല പരമേഷ്ടി പരിഗ്രഹ ഉഗ്രസംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണഃ. ആദ്യത്തെ നാമം ഋതു. ഋതു എന്ന് പറഞ്ഞാൽ ഋതുക്കളിൽ വസന്ത ഋതു ആയവൻ. സുദർശന രണ്ടാമത്തെ നാമം, മോക്ഷമാർഗങ്ങളിൽ ജ്ഞാനമാർഗമായവൻ, നല്ല കണ്ണുകളുള്ളവൻ, ഭക്തർക്ക് നല്ലവണ്ണം കാണപ്പെടുന്നവൻ എന്നൊക്കെ അർത്ഥം. അടുത്ത നാമം കാലഹ. കാലാകാലങ്ങൾ പോഷിപ്പിക്കുകയും സംരക്ഷിക്കുകയും ഒടുവിൽ നശിപ്പിക്കുകയും ചെയ്യുന്നവൻ, ഗണനം ചെയ്യുന്നവരിൽ കാലനായവൻ എന്നും അർത്ഥം. അടുത്ത നാമം പരമേഷ്ടി. ഹൃദയാകാശത്തിലെ പരമപദത്തിൽ സ്വന്തം മഹിമയിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്നർത്ഥം, പരമേഷ്ടി. അടുത്ത നാമം പരിഗ്രഹ. ആശ്രിതർക്ക് ആലംബമായവൻ എന്നൊരർത്ഥം. ഭക്തരുടെ ഉപകാരങ്ങൾ നിസ്സാരങ്ങളായാൽ പോലും സ്വീകരിക്കുന്നവനെന്ന് വേറൊരർത്ഥം. അടുത്ത നാമം ഉഗ്രഹ. ഉഗ്രൻ, ദേവന്മാർക്ക് പോലും ഭയമുണ്ടാക്കുന്നവൻ, ഭയങ്കരൻ എന്നർത്ഥം. അടുത്ത നാമം സംവത്സരഹ. ജീവജാലങ്ങൾ ആരിൽ വസിക്കുന്നുവോ അവൻ. അടുത്ത നാമം ദക്ഷഹ. ദക്ഷൻ, വർദ്ധിക്കുന്നവനെന്നും സമർത്ഥനെന്നും അർത്ഥം. അടുത്ത നാമം വിശ്രാമഹ. വിശ്രമം കൊടുക്കുന്നവനെന്നും മോക്ഷം കൊടുക്കുന്നവനെന്നും അർത്ഥം. അടുത്ത നാമം വിശ്വദക്ഷിണഹ. സർവകർമ്മങ്ങളും വളരെ സമർത്ഥമായി ചെയ്യുന്നവൻ എന്നർത്ഥം. അപ്പോൾ ഈ ശ്ലോകം ഋതുസുദർശനകാല പരമേഷ്ടി പരിഗ്രഹ ഉഗ്രസംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണഃ. വസന്തം ഗ്രീഷ്മം മുതലായ ഋതുക്കളായിരിക്കുന്നവനും ഭക്തർക്ക് കാണുവാൻ സാധിക്കുന്ന സുന്ദരമായ കണ്ണുകളുള്ളവനും കാലസ്വരൂപനായുള്ളവനും ഹൃദയ ആകാശത്തിൽ ശോഭിക്കുന്നവനും ശരണാർത്ഥികളെ സദാ പരിഗ്രഹിക്കുന്നവനും ധർമ്മം നിലനിർത്താനായി ഉഗ്രശാസനകൾ നടപ്പാക്കുന്നവനും എല്ലാ ഭൂതങ്ങളുടെയും ആവാസസ്ഥാനമായവനും വളരെ സമർത്ഥമായി സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ നടത്തുന്നവനും സംസാര ദുഃഖങ്ങളിൽ നിന്ന് വിശ്രമം കൊടുക്കുന്നവനും അതിസമർത്ഥനായി വിശ്വകാര്യങ്ങൾ നടത്തുന്നവനും ഭഗവാൻ വിഷ്ണു തന്നെ. ഒരു പ്രാവശ്യം കൂടി ശ്ലോകം വായിച്ചർത്ഥം പറയാം. ഋതുസ്വദർശനകാലഃ പരമേഷ്ഠി പരിഗ്രഹ ഉഗ്രസംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണഃ. വസന്തം ഗ്രീഷ്മം മുതലായ ഋതുക്കളായിരിക്കുന്നവനും ഭക്തർക്ക് കാണുവാൻ സാധിക്കുന്ന സുന്ദരമായ കണ്ണുകളുള്ളവനും കാലസ്വരൂപനായുള്ളവനും ഹൃദയ ആകാശത്തിൽ ശോഭിക്കുന്നവനും ശരണാർത്ഥികളെ സദാ പരിഗ്രഹിക്കുന്നവനും ധർമ്മം നിലനിർത്താനായി ഉഗ്രശാസനകൾ നടപ്പാക്കുന്നവനും എല്ലാ ഭൂതങ്ങളുടെയും ആവാസസ്ഥാനമായവനും വളരെ സമർത്ഥമായി സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ നടത്തുന്നവനും സംസാര ദുഃഖങ്ങളിൽ നിന്ന് വിശ്രമം കൊടുക്കുന്നവനും അതിസമർത്ഥനായി വിശ്വകാര്യങ്ങൾ നടത്തുന്നവനും ഭഗവാൻ വിഷ്ണു തന്നെ. ഇതോടുകൂടി വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠനം ഇന്നത്തേത് ഇവിടെ കഴിഞ്ഞു. അടുത്ത ശ്ലോകവുമായിട്ട് അടുത്ത ദിവസം വരും വരേക്കും ഹരി ഓം. സകലം ശ്രീകൃഷ്ണ അർപ്പണമസ്തു.
കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം. ഓം തത്സത്.